ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൃഷ്ണേന്ദു. എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പെരുമാതുറ മുതലപ്പുഴയിലോട്ടാണ് പോയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രശ്നം കേട്ടോ. അതായത് ഈ കടലും കായലും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ? മുമ്പ് ഈ മണൽ കിടക്കുന്ന ഇത്രയും ഭാഗം ഇല്ലായിരുന്നു. ഈ കായലും ഈ കടലും തമ്മിൽ ചേർന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണ് ഇത്രത്തോളം മണൽ മൂടി ഇപ്പോൾ വന്നത്. അപ്പോൾ ഇവിടെ ഫിഷിംഗ് ഹാർബർ ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കായലിലാണ്. അപ്പോൾ ആ കായലിൽ നിന്ന് ഇവിടെയുള്ളവർക്ക് ഈ ബോട്ടെല്ലാം കൊണ്ട് കടലിലോട്ട് പോകാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ മാക്സിമം ഈ മണൽ നീക്കം ചെയ്യാൻ എല്ലാവരും കൂടെ ശ്രമിക്കുന്നുണ്ട്. JCB ഒക്കെ കൊണ്ടുവന്ന് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പോൾ മണൽ മൂടിക്കഴിഞ്ഞു. മുൻപ് കടലിൻ്റെ ഭാഗമായിരുന്ന പ്രദേശത്താണ് ഇപ്പോൾ ആളുകൾ ഇറങ്ങി കളിക്കുന്നതും പിള്ളേരെയൊക്കെ കുളിക്കുന്നതൊക്കെ കാണുന്നില്ലേ? ഇതെല്ലാം കടലായിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന കല്ലെല്ലാം കടലിൻ്റെ തിരയടിച്ച് കയറുമ്പോൾ ഇങ്ങ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടിരുന്ന കല്ലുകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കടലിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുന്ന ഈ കല്ല് വഴിയാണ് ഇപ്പോൾ നമ്മൾ അങ്ങ് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. അങ്ങനെ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ഇതുവഴി ശരിക്കും കടലിലോട്ട് ഇറങ്ങുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെ കല്ലിൽ കൂടെ ഊർന്നങ്ങ് താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ പുഴയിലോട്ട് പോകുന്നത്. ഇത് മുതലപ്പുഴ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും ഇവിടെ പുഴയുണ്ട്. പുഴി എന്ന് പറയുമ്പോൾ കടലും കായലും ചേരുന്ന സ്ഥലമാണല്ലോ. അവിടെ ഇതുപോലെ പുഴ മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സെപ്പറേറ്റ് ആവും. അപ്പോൾ ഈ മണൽ മാറ്റി കഴിയുമ്പോഴേക്കും ഒന്നായി കടലും കായലും കൂടെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവർക്ക് വെള്ളം കൊണ്ടുപോകാനൊക്കെ സുഖമായിരിക്കും. അതാണ് ഇപ്പോഴേ നമ്മളൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഈ കായൽ വഴി വെള്ളം കൊണ്ടുവന്നിട്ട് ഇതുപോലെ തള്ളി എല്ലാവരും കൂടെ തള്ളി ഇത്രയും കരഭാഗം അത്രയും തള്ളിയിട്ടേ കടലിൽ കൊണ്ടിറക്കാൻ പറ്റുള്ളൂ. മുൻപത്തെ പോലെ വെള്ളം ഓടിച്ച് ഇറക്കാൻ പറ്റില്ല. അതാണ് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ഒരുപാട് പേര് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊക്കെ മാത്രമാണ്. ശരിക്കും മത്സ്യബന്ധനം നടത്തുന്നവർക്ക് അതൊരു എൻജോയ്മെൻ്റായിട്ട് തോന്നില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഒരു അടിച്ചുപൊളിയായിട്ട് എല്ലാവരും പോയി കാണുന്നുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് പോയത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഇട്ടിട്ടുള്ള പുലിമുട്ട്. ശരിക്കും പുലിമുട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ കടലിൻ്റെ സൈഡിലാണ്. ഈ തിരയെല്ലാം അടിച്ച് മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് ഈ പുലിമുട്ടിടുന്നത്. ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് ഇപ്പോൾ കായലിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ പേര് ഇറങ്ങി എന്നൊക്കെ കുറച്ച് നേരം കളിക്കുകയും കൊച്ചു പിള്ളേരെല്ലാം കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോകാം. ശരിക്കും സാധാരണക്കാർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മൾ പോയി ഇത് കണ്ടു, എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് പോയത്. അപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ കായലിൽ നിന്ന് നടന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഈ ഭാഗം ഇപ്പം മണൽ കൊണ്ട് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. മുമ്പാണെങ്കിൽ ഇത് കടൽ തന്നെയായിരുന്നു. കടലും കായലും കൂടെ ചേർന്ന് കിടക്കണം. ഇപ്പോൾ ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ മണ്ണ് മൂടിപ്പോയി. ഈ പറയുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ 2.5 ആഴ്ച എന്തോ കൊണ്ടിട്ടാണ് ഇത്രയും പെട്ടെന്ന് മണൽ മൂടി കഴിഞ്ഞത്. JCB എന്തോക്കെ കൊണ്ടിറക്കി അവർ മണൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ എന്തോക്കെ വന്നിട്ടുണ്ട്. അത് അവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 JCBയുടെ ഇറക്കാനുള്ള നിയമ നടപടികളെന്തോ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും അധിക ദിവസമൊന്നും ഇത് കാണില്ല കേട്ടോ. ഏകദേശം ഒരു 2 ആഴ്ചയോടും കൂടി ഇത് നീക്കം ചെയ്ത് പിന്നെയും പഴയതുപോലെ ആക്കും. എന്തായാലും ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ പോയി വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അടിച്ചു പൊളിച്ചിട്ടൊക്കെ തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുട്ടിയാരെ. ബൈ.